നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അഴിമതികളുടെ കഥയാണ് അർജൻറ്റീൻ ഫുട്ബോളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അർജൻറ്റീൻ ഫുട്ബോളിൽ കാര്യങ്ങൾ നല്ല രൂപത്തിലല്ല നടക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അർജൻറ്റീൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ക്ലാരിൻ റിപ്പോർട്ട് ചെയ്ത് നോക്കുക, പ്രശ്നങ്ങളുണ്ട്, ടാപ്പിയക്കൊരു പക്ഷേ സ്ഥാനം പോലും നഷ്ടമായേക്കും എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. വിശദമായ വാർത്ത നോക്കാം. ചിക്കി ടാപ്പിയ, അതായത് ക്ലോഡിയോ ടാപ്പിയ പലതരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലിപ്പോൾ അക്യൂസ്ഡാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ AFA പ്രസിഡന്റ് സ്ഥാനം പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അദ്ദേഹം മാത്രമല്ല, ചില AFA ഒഫീഷ്യൽസും ഇപ്പോൾ ആരോപണ വിധേയരാണ്. ഇപ്പോൾ ഫെഡറൽ കോർട്ട്, അർജൻറ്റീനയിലെ ഫെഡറൽ കോർട്ട് അതിൻ്റെ ജഡ്ജ് ഡാനിയൽ റഫേക്കാസ് പുതിയ എവിഡൻസുകളുമായിട്ട് ടാപ്പിയക്കെതിരെ രംഗത്തേക്ക് വരുന്നുണ്ട്. ടാപ്പിയക്കും അതുപോലെ തന്നെ ചില AFA മെമ്പേഴ്സിനെതിരെയുമാണ്. അവർ നിയമത്തിന് പുറത്തുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ അവർക്കെതിരെ ആരോപണങ്ങളുള്ളത്. അതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സ്കാൻഡൽ എന്ന രൂപത്തിൽ കാണുന്നത് വിലാറോസയിൽ ഒരു മാൻഷനാണ്. അത് ബ്യൂണസ് അയേഴ്സിന് തൊട്ടരികിലുള്ളതാണ്. അർജൻറ്റീൻ ഫെഡറൽ പോലീസ് ഒരു റെയ്ഡ് കഴിഞ്ഞ വെള്ളിയാഴ്ച ആ മാൻഷനിൽ നടത്തുകയുണ്ടായി. വിശ്വസിക്കുന്നത് അത് AFA പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയ, അതായത് ചിക്കി ടാപ്പിയുടെയും അതുപോലെ തന്നെ AFA ട്രഷറർ പാബ്ലോ ടൊവിഗിനോയുടെയും ഓണർഷിപ്പിലുള്ളതാണ് എന്നാണ്. എന്നാൽ അവർ ഓണർഷിപ്പ് മറച്ചു വെച്ച് ബിനാമികൾ, നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള പറയുക, അപ്പം ഫ്രണ്ട് മെൻ, സപ്പോസ്ഡ് ഫ്രണ്ട് മെൻ ടു ഹൈഡ് ഓണർഷിപ്പ്, അങ്ങനെ മുന്നിൽ മറ്റു ചില ആളുകളെ ഓണർമാരാക്കി, എന്നാൽ യഥാർത്ഥ ഓണർമാർ ഇവരെന്ന രൂപത്തിലാണ് അത് നടത്തിക്കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഓണർഷിപ്പ് അങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തുന്നത്. ഏതായാലും ആ കംപ്ലൈൻറ്റ് പറയുന്നത് ഈ മാൻഷന് ഫേക്ക് നെയിംസിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിനാമികൾ എന്ന് പറയാറുണ്ട്, ഓൺ ചെയ്തുകൊണ്ട്, എന്നാൽ ആ മാൻഷൻ ലിങ്ക് ചെയ്യുന്നത് ടാപ്പിയക്കും AFA ട്രഷറർ പാബ്ലോ ടൊവിഗിനോക്കുമാണ് എന്നതാണ് ഇപ്പോഴത്തെ ആരോപണം. ആ മാൻഷനിൽ റെയ്ഡ് നടത്തി. അതിൽ അതോറിറ്റീസ് കണ്ടെത്തിയത് 54 വാഹനങ്ങളാണ്. ലക്ഷറി കാർസ് ഉണ്ട്, പവർഫുൾ മോട്ടോർ സൈക്കിൾസ് ഉണ്ട്, കോക്കാർട്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള 54 വാഹനങ്ങൾ അവരവിടെ നിന്ന് കണ്ടെത്തി. അതെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു കമ്പനിയുടെ പേരിലാണ്, റിയൽ സെൻട്രൽ SRL എന്ന പേരിലുള്ളത്. അതും ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അതിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ കമ്പനിയെക്കുറിച്ചും. അർജൻറ്റീൻ പോലീസ് AFAയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ തെരച്ചിൽ നടത്തി എന്ന് പറഞ്ഞാൽ റെയ്ഡ് നടത്തി. കൂടാതെ 12 ഫുട്ബോൾ ക്ലബ്ബുകളുടെ ആസ്ഥാനങ്ങളിലും റെയ്ഡ് നടത്തിയിട്ടുണ്ട് എന്നാണ്. അതായത് ചൊവ്വാഴ്ചയാണ് ആ റെയ്ഡ് നടത്തിയത് എന്നാണ് ഇപ്പോൾ അർജൻറ്റീൻ മാധ്യമം ക്ലാരിൻ റിപ്പോർട്ട്. ഡിസംബർ 9 ഈ ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നത്. അപ്പം ഈ റെയ്ഡ്സ് എന്ന് പറയുന്നത് മണി ലോണ്ടറിങ്, കള്ളപ്പണം വെളുപ്പിക്കൽ പോലെയുള്ള പരിപാടി നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റെയ്ഡുകളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലബ്ബുകളൊക്കെ ഇപ്പോൾ കണക്റ്റഡ് ആണ് എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ കമ്പനി ആയിട്ടുള്ള സർ ഫൈനാൻസസുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് സംശയം. അതിൻ്റെ പ്രസിഡൻറ്റ് ഏരിയൽ വല്ലേജോ, അദ്ദേഹം AFA പ്രസിഡൻറ്റ് ക്ലോഡിയോ ടാപ്പിയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് സർ ഫൈനാൻസസിനെ ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, സർ ഫൈനാൻസസ് ഒരുപാട് ഫുട്ബോൾ ക്ലബ്ബുകളെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. 2024 അവർ അർജൻറ്റീൻ ലീഗ് പോലും സ്പോൺസർ ചെയ്തിരുന്നു. അപ്പോൾ സെയിം ഇയറിൽ ചിക്കി ടാപ്പിയ AFA പ്രസിഡൻ്റായിട്ട് റീഇലക്ട് ചെയ്യപ്പെട്ടു. ആ ഒരു പ്രോസസ്സ് വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വിധേയമായ ഒന്നായിരുന്നു. അതേസമയം ഏരിയൽ വല്ലേജോ ഓപ്പൺലി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന് ടാപ്പിയയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത് എന്ന്. 2 ആഴ്ചകൾക്ക് മുമ്പ് അർജൻറ്റീനയുടെ ടാക്സ് ആൻഡ് കസ്റ്റംസ് ഏജൻസി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സർ ഫൈനാൻസസ് 800 ബില്യൺ പെസോസ് എന്ന് പറഞ്ഞാൽ $550 മില്യൺ ഇവേഡ് ചെയ്തിട്ടുണ്ട്, അതായത് ടാക്സ് ഇവേഷൻ നടന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഓൾ സർ ഫൈനാൻസസ് ഓഫീസസ് റെയ്ഡ് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അതോറിറ്റീസ് ഇനി അറിയേണ്ട കാര്യം, ഈ സർ ഫൈനാൻസസ് എന്ന് പറയുന്നത് AFAയുമായിട്ടും AFA ക്ലബ്ബുകളുമായിട്ടും എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി സർ ഫൈനാൻസസ് അത് ഒരു ഫേക്ക് ഓണേഴ്സിനെ വെച്ച് നടത്തുന്ന സ്ഥാപനമാണോ? ഈ കമ്പനി എന്തിനാണ് ഇങ്ങനെ ക്ലബ്ബുകൾക്ക് ലോണ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ അത് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് എങ്ങനെയാണ് വാങ്ങിക്കുന്നത്?
സാർ ഫൈനാൻസസ് വാസ് ഓൾറെഡി ഇൻവോൾവ് ഇൻ അതർ ലീഗൽ കേസസ്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പോസിബിൾ കറപ്ഷൻസ് ത്രൂ വെർച്വൽ വാലറ്റ്സ് ഇൻവോൾവിങ് നാഷണൽ ഡിസബിലിറ്റി ഏജൻസി. പിന്നെ മറ്റൊന്ന് പോസിബിൾ മണി ലോണ്ടറിങ് ഇൻ 2019 ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് സ്ട്രിക്റ്റ് കറൻസി കൺട്രോൾ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ കമ്പനിയുമായിട്ട് എന്താണ് ടാപ്പിയക്ക് ബന്ധം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ആകെ ലീഗലി ബുദ്ധിമുട്ടാവുന്നൊരവസ്ഥയിലാണ് എഫയുടെ തലപ്പത്തിരിക്കുന്ന ചിക്കി ടാപ്പിയ എന്നാണ് ക്ലാരിൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അർജൻറ്റീൻ മാധ്യമങ്ങൾ മറ്റു മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെന്ത് നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കും എന്നുള്ളത് കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.